നമ്മളങ്ങനെ ട്രക്കിങ്ങിന് ശേഷം ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കുകയാണ്. വെള്ളച്ചാട്ടം ഫ്രഷ് ആയിരിക്കും. ട്രക്കിങ്ങിന് ശേഷം എല്ലാവരും ആവശ്യമാണ്. ഇവൻ പകുതി കയറിയിട്ടേ ആവശ്യത. ഇവൻ ഛർദ്ദിച്ച ആവശ്യത. അവന് ഉറക്കം, അവനും ഉറക്കം, അവനും ഉറക്കം, അവനുറക്കമല്ല. ഹലോ ഗൈസ്, ഹായ് ഗൈസ്. നമ്മൾ ചുക്കാമുടി ട്രക്കിന് ശേഷം രണ്ട് വെള്ളച്ചാട്ടം കൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കണം, സ്റ്റേയിലോട്ട് പോകണം, കിടന്നുറങ്ങണം, റെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ബാക്കിലൊക്കെ ചത്തൂത്തി കിടന്നുറങ്ങുമോ? ബാക്കിലൊക്കെ ചത്തൂത്തി കൊടുത്തു. എന്തിനാണ് ഇവന്മാരൊക്കെ വരുന്നത്? ശരിയാ, വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോലെ അല്ലേ? ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോലെ അല്ലേ? അത് മതി. സ്റ്റോറേജ് വളരെ കുറവാണ്. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയ ശേഷം നമ്മളൊരു ഉറക്കം കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ്. ചായ മെട്ടേക്കും ഇത് കഴിച്ചിട്ട് നമുക്ക് അവിടെ ഒരു ജലസ്രോതസ് ഉണ്ട്, അതൊന്ന് കാണാൻ പോകണം. ചിലപ്പോൾ അല്ലെങ്കിൽ അത് പോകും, അല്ലെങ്കിൽ നമ്മൾ സൺസെറ്റ് കാണാൻ പോകും. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ സ്റ്റേയിൽ നിന്ന് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോകാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട് അല്ലേ? എടാ ബാടാ അച്ചൂട്ടി. അപ്പം എടാ അവന്മാരെ വിളിച്ചേ, വണ്ടി കെട്ട് വിട്ടോ അവന്മാരെന്തേ? കഴിച്ച് ഇതാണ് നമ്മുടെ ഒരു സ്റ്റേ നിൽക്കുന്ന ഏരിയ. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇതാണ് നമ്മുടെ ഹോൾ എൻവയോൺമെന്റ്. അടുത്ത ബാക്കിയുള്ളവരൊക്കെ എണീറ്റു. ഇവൻ ഒരു വട്ടം ചായ കുടിച്ച റൈറ്റ് ഒരു റേറ്റിംഗ് ഓർമ്മയുണ്ടോ? അവന്റെ 10-2. ഞങ്ങളിപ്പം ചായ കുടിച്ചതിന് ശേഷം സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നേരെ കിട്ടി. അപ്പൊ ഞങ്ങൾ തിരിച്ച് നടന്നു പോവാല്ലേ. അരുവി കണ്ടപ്പോഴത്തേക്കും അവിടെ പോയി ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ഒഴുക്ക് കൂടുതൽ അങ്ങോട്ട് പോകണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ എന്റെ അടുത്ത് പറഞ്ഞു മോനെ അങ്ങോട്ട് ഇറങ്ങല്ലേ, ഭയങ്കര ഒഴുക്കാ, ഞങ്ങൾ ഇറങ്ങുന്നില്ല നോക്കാന്നില്ല. അപ്പൊ ഞങ്ങൾ കണ്ടിട്ടിങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങിയതാ. പക്ഷെ പകുതി ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഹോം സ്റ്റേയിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ചിക്കൻ ഗ്രില്ലടിക്കാൻ പോവാണ്. കിട്ടോ കിട്ടോ ഇതൊന്നുമില്ല. ഒരു വലിയ കിടത്തി ഇത് യൂട്യൂബിലത്തേക്കാണ്. എല്ലാവരും കഴിച്ചാൽ മതി. മതി. ഇനി ഇപ്പൊ ഇവിടെ തണുപ്പായോണ്ട് ചാർക്കോൾ മര്യാദക്ക് കത്തുന്നില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നമ്മൾ കത്തിച്ചെടുത്തിട്ട് നിന്റെ കൈ വെച്ച് പോരുന്ന വീശ കത്തും. മരച്ചില്ല നമ്മൾ ഒടിച്ചില്ല. അങ്ങനെയല്ല. മേടിച്ച ചിക്കൻ എന്ത് ചെയ്യും? അതാ കഴിച്ച് നമ്മളിപ്പം ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സാധനം കത്തുന്നില്ല. ഇവിടെ തണുപ്പായോണ്ടായിരിക്കും എന്താണെന്ന് അറിയത്തില്ല, കത്തുന്നില്ല. ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ചാർക്കോൾ വെച്ചിട്ട് തീ വരുന്നില്ല, തണുപ്പായോണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മള് പൊരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മളിപ്പോ പൊരിച്ചോട്ട്. ചെമ്മാച്ചി എങ്ങനെ ഉണ്ട്? ചെമ്മാച്ചിയാണ് നമ്മുടെ കുക്ക്. എടാ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്. എടാ ഒന്നുകൂടി ക്യാമറ നോക്കല്ലേ.
ചിക്കൻ ഗ്രില്ലടിക്കാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ എല്ലാം പൊരിച്ചു മാറ്റിയല്ലേ. ഇവിടെ തണുപ്പാണ്. കനല് നനച്ചുകൊണ്ടുവന്നിരിക്കും. നാസർ ചെയ്യാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ പട്ടിണി കിടന്നേനെ. എന്നെ കെട്ടുന്നവന്റെ ഭാഗ്യം. ഓ എന്റെ മോനെ പാടിക്കോ. ആ പൊളി പൊളിയെ. ഓ നമ്മള് ചിക്കൻ എല്ലാം റെഡിയാക്കി 2-3 ചപ്പാത്തി ഇട്ട് കഴിക്കാൻ പോവാണ് അല്ലേ. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട് മിജാസ് നെയ്ക്കടേ. ഓക്കെ അറിയാൻ ഫുഡ് എങ്ങനെയുണ്ട്? റിയാനും ചെമ്മാച്ചിയും നാസും ആണ് നമ്മളെ 3 പേരും മെയിനായിട്ട് നമുക്ക് ഈ വിശപ്പടക്കാൻ വേണ്ടി സഹായിച്ചത്. ഇന്നലത്തെ നമ്മൾ ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി. ഇന്നിപ്പോ ഡേ എത്രാമത്തെ ഡേ ആയി? ഡേ 2 ആയി. എല്ലാരും എണീറ്റ്. മിജാസ് റെഡി. എണീക്കടാ വോയിസ് എണീക്ക്. ഗെറ്റ് അപ്പ്. ചെയ്യാൻ പറ്റില്ലേക്കുന്നു. ഞാനും അപ്പൊ ഇസ്മയിലും കൂടി ഒന്ന് മേളിൽ പോയിട്ട് ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേയുടെ മേളിൽ നിന്നുള്ള വ്യൂ. അതുകൊണ്ട് അവിടെ ഒരു ഏതൊക്കെയോ പീക്കുണ്ട്. പിന്നെ ഇത് മൊത്തം ചുറ്റിനും ഏലത്തോട്ടമാണ് ഗൈസ്. ഏലത്തോട്ടം ഈ കാണുന്നത് എല്ലാം ഏലത്തോട്ടമാണ്. ഇനി പോയിട്ട് എല്ലാവരും എണീറ്റിട്ട് നമുക്ക് പോയി ചായ കുടിക്കണം. ഇസ്മയിലുണ്ട് നമ്മുടെ അവിടെ. നമ്മളെ വെറുതെ മേലോടെ തണുപ്പുണ്ട് ഗൈസ്. ഇന്നലത്തെ പോലെ തണുപ്പില്ലല്ലേ? ഓ ഇന്നലെ 13 ഡിഗ്രി. പക്ഷെ ഇന്ന് അതുപോലെ തണുപ്പില്ല. ഞാൻ തണുപ്പുണ്ട്, ചൂടില്ല. ഓക്കെ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത ജീപ്പ് സഫാരി കയറിയാണ്. നമ്മളെല്ലാരും ഉണ്ട് ജീപ്പിലുണ്ട്. എല്ലാരും ഉണ്ട് ജീപ്പ് സഫാരിയില് ഓരോരോ സ്ഥലത്തോട്ട് പോകും. ഓക്കെ ഇതാണ് നമ്മൾ വന്ന വെള്ളച്ചാട്ടം. അച്ചുട്ടി ഇപ്പൊ ഇതിനകത്തോട്ട് ഡൈവ് ചെയ്യാൻ പോവാണ് അല്ലേ? പക്ഷെ നമ്മളാരും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അല്ലേ? അതെ അല്ലേ എന്നാ ചോദിക്കണം. ഇതൊക്കെ അടുത്ത സ്ഥലത്തിന്റെ ലുക്കിനെ പറ്റി നിങ്ങളൊന്ന് റേറ്റ് ചെയ്തേ. ദിലീപിനെ പോലെയാണെന്നാണ് ഞാസ് പറയുന്നത്. വേറൊരു ദിലീപിന്റെ സിനിമ ഉണ്ടല്ലോ അവിടെ, ഇതുപോലത്തെ ഗ്രാസ് ഹോപ്പർ ഒന്നുമല്ല. നിങ്ങളെല്ലാം കമന്റ് ഒന്ന് റൈറ്റ് ചെയ്യാൻ നാസിന്റെ ഔട്ട്ഫിറ്റ്. വീട്ടിൽ പോയി ആ കാണുന്ന തമിഴ്നാടാണ്.
ഗൈസ് ഇതാണ് ചതുരംഗപ്പാറയിൽ നിന്നുള്ള വ്യൂ. കാണിക്കരുത്, സാധാ കല്ലല്ലേ. ഞങ്ങളിപ്പോ ചതുരംഗപ്പാറയിലാണ്. ഇവിടെ ഭയങ്കര കാറ്റ്. വിജാസിന്റെ തൊപ്പിയൊക്കെ പറഞ്ഞു കാറ്റുണ്ടോ വിട്ട ഇപ്പൊ പറഞ്ഞു തൊപ്പിയൊക്കെ. ഭയങ്കര കാറ്റ്. ഗൈസ് ഞങ്ങളിപ്പോ നിക്കുന്നിടത്ത് വിൻഡ് മില്ലൊക്കെ ഉണ്ട് കണ്ടോ. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളിപ്പം കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പ് നമ്മൾ വന്നിരിക്കുകയാണ്. അത് വന്നിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇസ്മായിൽ അൻസാറിന് വേണ്ടി മാത്രം. ദുബൈയിലാണെന്ന് പറഞ്ഞ് വേറെ ഏതോ ജില്ലയിൽ പോയി, സംസ്ഥാനത്ത് അതാണ്. നിനക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നിമിഷത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ. ഇപ്പൊ നല്ലൊരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യൂ പോയിന്റിന്റെ കാര്യം അല്ല ഞാൻ ഇത്ര ഉയരത്തിൽ ഇങ്ങനൊരു കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ സംസാരിക്കുന്നില്ലേ. ഇത്ര നാളും വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഇതാണ്. ഏറ്റവും ഒരു അടിപൊളി ട്രിപ്പായി നമ്മൾ പോയത്. ഏറ്റവും നല്ല രസമുണ്ട്. ട്രിപ്പ് പൊളിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ടീം പൊളി തന്നെ. എല്ലാവരും ഹാപ്പി ഫ്രെയിം. ഇനി നമ്മൾ ചിലപ്പം ആനിറങ്ങൽ ഡാമിലോട്ട് പോകും, അല്ലെങ്കിൽ വി വിൽ ഗോ സ്ട്രൈറ്റ് ടു ഇടുക്കി ആർച്ച് ഡാം. ഗൈസ് നമ്മൾ ജീപ്പ് സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇടുക്കി ആർച്ച് ഡാമിലോട്ടാണ് പോകാൻ പോണത്. നേരെ ആമക്കൽമേട് 13 കിലോമീറ്റർ ലെഫ്റ്റ്. ഗൈസ് നമ്മൾ ഫൈനലി മഹേഷിന്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം. അവിടേക്ക് ഞങ്ങൾ പോയതാ, പക്ഷേ ഈ വഴിയിൽ. പക്ഷെ അവിടെ മറ്റേ ഇതാ ഓഫായിരുന്നു. നോ എൻട്രി ആയിരുന്നു. ചാനലില് എന്റെ ചാനലിന്റെ ജസ്റ്റ് വാഹിദ് തിങ്സ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇടുക്കിയിൽ നിന്ന് ഒരു ഹായ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല പറഞ്ഞത്. എടാ ഹായ് പറഞ്ഞു. യൂട്യൂബ് വരും കേട്ടാ. ഗൈസ് നമ്മളിപ്പം ഫുഡ് കഴിക്കാനും പിന്നെ കുറച്ച് വീട്ടിലത്തേക്കൊക്കെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ കയറി? കോട്ടയം ലുലുവിൽ കയറി. കോട്ടയം ലുലു എറണാകുളം ലുലുവിടെ ഒരു കംപ്രസ്ഡ് വെർഷൻ. കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഇത് ഈ ഒരു കോംബോ മേടിച്ചു. നാസ് ഇവിടെ നിന്ന് കട കാലിയാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. വീട് പണയം വെക്കണം. അവന് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. പൈസ നോക്കാതെ, പൈസ ഉണ്ടോന്നില്ലയെന്ന് നോക്കാതെ. ബാക്കി നമുക്ക് കാണാൻ നാസ് പൈസക്ക് തപ്പുന്നു. കാശുണ്ടോ
പേഴ്സ് നിറച്ച് കാശാണ്ട്. ഏത് പേഴ്സ് എടുക്കണമെന്നാണ് അവന്റെ ഡൗട്ട് ഇപ്പം. പേഴ്സ് വേണ്ട, അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുക്കാം. പൈസ ഇല്ല. രാസിപ്പ യാചിച്ചോണ്ടിരിക്കുവോന്ന് തോന്നുന്നു എന്തേലും ഇളവ് കൊടുക്കാൻ. 1000 നടക്കുമെന്നുള്ള എന്തായെന്ന് അറിയത്തില്ല. പൈസ കൊടുത്തണം. നാസിന്റെ പൈസ ഉണ്ട്. ചിരിയണ്ട കണ്ട ചിരിയണ്ട. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇത്ര നേരം നമ്മുടെ വ്ലോഗ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ.